ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഡിസ്കഷനിലേക്ക് നമ്മൾ പോകുന്നതിന് മുൻപായിട്ട് എല്ലാവരോടുമായി എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ ആരും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബിക്കോസ് നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാകുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള OET റൈറ്റിംഗ് സ്പീക്കിംഗ് ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻസ് ആയിരിക്കും. അതോടൊപ്പം ധാരാളം ടിപ്സുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ അവസരം നിങ്ങൾ പൂർണ്ണമായും യൂസ് ചെയ്യില്ലേ? ഓക്കെ, എന്നാൽ ഉടൻ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഓക്കെ, എന്നാൽ നമുക്ക് നോക്കാം. ഇന്നത്തെ ഡിസ്കഷന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ജൂലൈ 23, 2022 എക്സാം റൈറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമുക്ക് റൈറ്റിംഗ് ടാസ്ക് ഒന്ന് വായിക്കാം. Using the information given in the case notes, write a referral letter to Dr. Sophie Mather, Manager, Vascular Center, for further treatment and investigations. So, അപ്പം നമ്മൾ റൈറ്റിംഗ് ടാസ്ക് വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഒരു റെഫറൽ ലെറ്ററാണ് എഴുതേണ്ടുന്നത്, ഡോക്ടർക്കാണ് എഴുതേണ്ടുന്നത്. ഫർദർ ട്രീറ്റ്മെൻറ്റും ഇൻവെസ്റ്റിഗേഷൻസും റിക്വസ്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ കേസ് നോട്ട് ഡിസ്പ്ലേയിൽ വന്നിട്ടുണ്ട്. നമുക്ക് ആ കേസ് നോട്ട് ഒന്ന് വായിച്ച് നോക്കാം. ഇതിനകത്ത് ഞാൻ റിലവൻ്റ് ആയിട്ടുള്ള പോയിൻറ്റുകൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പേഷ്യൻ്റ് ഡീറ്റെയിൽസ് നോക്കാം. Patient name Mr. Paul Shipton, DOB 3 October 1946, aged 76 years. സോഷ്യൽ ഹിസ്റ്ററിയിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? കൺസ്യൂം ആൽക്കഹോൾ 10 glasses വീക്ക്ലി. മെഡിക്കൽ ഹിസ്റ്ററിയിൽ ഹൈ കൊളസ്ട്രോൾ, ടൈപ്പ് 2 ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ബാക്ക് പെയിൻ, സ്റ്റൊമക് ഇറിറ്റേഷൻ, ഹിസ്റ്ററി ഓഫ് അൾസർ ഇൻ ലെഫ്റ്റ് ലെഗ് 2019, ട്രീറ്റഡ് ബൈ കംപ്രഷൻ തെറാപ്പി അറ്റ് അൾസർ ക്ലിനിക്. കറണ്ട് മെഡിക്കേഷൻ മെറ്റ്ഫോർമിൻ, അറ്റോർവാസ്റ്റാറ്റിൻ, ഇബുപ്രൂഫിൻ, ദെൻ അംലോഡെപ്പിൻ ആൻഡ് ഒമിപ്രാസോൾ. 1 January 2022 പേഷ്യൻറ്റിന് ന്യൂമോണിയ ഡയഗ്നോസ് ചെയ്തു എന്നും ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റ് ഫോർ 10 ഡേയ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്തു എന്നും പറയുന്നു. അതോടൊപ്പം തന്നെ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിൻ്റെ വിസിറ്റോടുകൂടി നമ്മൾ പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ചെയ്തു എന്നും നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനി 8 January 2022 നേഴ്സ് എന്തിനു വന്നു? ഹോം വിസിറ്റിന് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ പേഷ്യൻറ്റിന് ന്യൂമോണിയ വെൽ ഇംപ്രൂവ്ഡ് ആണ് എന്ന് പറയുന്നുണ്ട്. ബട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അൾസറേഷൻ ഓൺ ദ റൈറ്റ് കാഫ് എന്നും untreated trauma 6 weeks ago following fall at home, failed to inform doctor. Now diameter of ulcer and pain is increasing. എന്താണ് ഒബ്ജക്റ്റീവ് അവിടെ കൊടുത്തിരിക്കുന്നത്? എഡിമാറ്റോസ് ബിലോ നീ വിത്ത് വൂണ്ട് into inner angle, scar tissue formed in skin but less hemolytic exudate present, skin culture taken, report pending. Query ulceration with mixed etiology, venous or arterial. Then again query arterial insufficiency. Cleansed with normal saline, dressing, non-adhesive type, absorbable bandage. Plan urgent referral to vascular surgeon for management. അപ്പം ഈ കേസ് നമ്മൾ അർജൻറ്റായിട്ടാണ് റെഫർ ചെയ്യേണ്ടത്. അർജൻറ്റ് റെഫറൽ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ അപ്പോൾ ഇവിടെ ക്വയറി അൾസറേഷൻ വിത്ത് മിക്സ്ഡ് എറ്റിയോളജി, വീനസ് ഓർ ആർട്ടീരിയൽ എന്ന ബ്രാക്കറ്റിലും പിന്നീട് ക്വയറി ആർട്ടീരിയൽ ഇൻസഫിഷ്യൻസി എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ക്വയറി എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്താണ്? സസ്പെക്റ്റഡ് ആണ്, ഇറ്റ് ഈസ് നോട്ട് കൺഫേംഡ് അല്ലേ? ഒരു മോഡൽ ആൻസർ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. 8 January 2022 ഡോക്ടർ സോഫി മാതർ, മാനേജർ, വാസ്കുലാർ സെൻറ്റർ, വില്യൻ വാലി 2nd Street, മെൽബോൺ, ഓസ്ട്രേലിയ 680022. ഡിയർ ഡോക്ടർ മാതർ, റെഫറൻസ് മിസ്റ്റർ പോൾ ഷിപ്റ്റൺ, DOB 3 October 1946. ഓക്കെ, അപ്പം എന്താണ് ഇവിടെ നമ്മൾക്ക് ഡേറ്റ് ഓഫ് ബർത്തും ഏജും തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഡേറ്റ് ഓഫ് ബർത്തിന് പ്രിഫറൻസ് കൊടുക്കണം. എന്താണ് പർപ്പസ് പാരഗ്രാഫിൽ എഴുതിയിരിക്കുന്നതെന്ന് വായിക്കാം. Mr. Paul Shipton is being referred to you for urgent treatment and investigations. He is suspected to have venous or arterial insufficiency secondary to untreated ulceration. സോ അപ്പോൾ നമ്മുടെ പാരഗ്രാഫിനകത്ത് അല്ലെങ്കിൽ നമ്മളുടെ ഇൻട്രൊഡക്ഷനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പേഷ്യൻറ്റിന് എന്താണ് ആവശ്യമായിട്ടുള്ളത്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പേഷ്യൻറ്റിനെ റെഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് പേഷ്യൻറ്റിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അപ്പോൾ പേഷ്യൻറ്റിനെ നമ്മൾ സസ്പെക്റ്റ് ചെയ്യുകയാണ്, കൺഫേംഡ് അല്ല, സസ്പെക്റ്റ് ചെയ്യുകയാണ് വീനസ് അല്ലെങ്കിൽ ആർട്ടീരിയൽ ഇൻസഫിഷ്യൻസി ഉണ്ട്. അതിൻ്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് അൺട്രീറ്റഡ് അൾസറേഷൻ ആണെന്ന്. അപ്പം അർജൻറ്റ് റെഫറൽ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ലെറ്ററുകൾ വരുമ്പോൾ നിങ്ങൾ ഓൾവേസ് റിമെമ്പർ ദ ലേറ്റസ്റ്റ് ഈവൻ്റ് എന്താണ്, അതായിരിക്കണം നിങ്ങളുടെ പ്രൈമറി പാരഗ്രാഫിൽ അല്ലെങ്കിൽ പ്രൈമറി ബോഡി പാരഗ്രാഫിൽ കാണിക്കേണ്ടുന്നത്. അപ്പോൾ നോക്കാം, ഇന്നത്തെ വിസിറ്റിൽ നമ്മൾ ചെന്നപ്പോൾ എന്തായിരുന്നു പേഷ്യൻ്റ് നമ്മളോട് പറഞ്ഞതും എന്താണ് നമ്മളുടെ ഫൈൻഡിങ്സ് എന്നും. Today's visit, Mr. Shipton reported that 6 weeks ago he had a fall at home, followed by trauma on his right calf, which he failed to inform doctor. Later, the wound was attributed to an ulcer formation, and now he is concerned about elevated pain and the size of the ulcer. On observation, swelling, scar tissue in the skin bud, less hemolytic exudates were noted. Followingly, a swab culture was taken, and the result is awaiting. Additionally, his wound was cleaned with normal saline and applied with a non-adhesive absorbable bandage. അപ്പോൾ ഇന്നത്തെ വിസിറ്റിൽ നടന്ന കാര്യങ്ങൾ എത്രയുമായിരുന്നു? പേഷ്യൻ്റ് നമ്മളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു.
അതിന് നമ്മളതിൻ്റെ ഒബ്സർവേഷൻ ചെയ്തു, ഒബ്സർവേഷനിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഫൈൻഡ് ചെയ്തു, അതിനനുസരിച്ചുള്ള പ്രൈമറി കെയറും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ദെൻ ഇനി നമ്മൾ ന്യൂമോണിയയുടെ കേസ് എന്താണെന്ന് നോക്കാം. A week ago, Mr. Shipton had a hospitalization due to pneumonia. He has been treated with antibiotics for 10 days and a home visit was arranged for today. Currently, he is recovering well from the condition. So, അപ്പോൾ ന്യൂമോണിയ അതുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു നമ്മൾ ഹോം വിസിറ്റ് അറേഞ്ച് ചെയ്തിരുന്നത്. അപ്പോൾ ആ കാര്യവും നമ്മളിവിടെ പറഞ്ഞു. നോക്കാം. ഇനി പേഷ്യൻറ്റിൻ്റെ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി അല്ലെങ്കിൽ സോഷ്യൽ ഹിസ്റ്ററി. മിസ്റ്റർ ഷിപ്റ്റൺ ഹാസ് ഹാഡ് high cholesterol, hypertension, type 2 diabetes, mellitus, back pain and stomach irritation. Therefore, he takes atorvastatin, metformin, amlodipine, ibuprofen and omeprazole. In addition, he has a history of ulcer in his left leg which was treated by compression therapy. He consumes 10 glasses of alcohol per week. അപ്പം നമ്മൾ ആ പ്രീവിയസ് ഉണ്ടായിരുന്ന അൾസറിൻ്റെ കാര്യം അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ നമ്മളതോടെ പറയണം. ബിക്കോസ് നമ്മൾ പേഷ്യൻറ്റിനെ റെഫർ ചെയ്യുന്നത് ഒരു വാസ്കുലർ സർജൻ്റെ അടുത്തേക്കാണ്. അതുകൊണ്ട് തന്നെ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ദെൻ എങ്ങനെയാണ് ഇത് കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത്? താങ്ക് യു ഫോർ സീയിങ് മിസ്റ്റർ ഷിഫ്റ്റൺ. കൈൻഡ്ലി പ്രൊവൈഡ് യുവർ ഇമ്മീഡിയറ്റ് ഇൻ്റർവെൻഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഫോർ എ സ്പീഡി റിക്കവറി. അപ്പോൾ നമ്മൾ കൃത്യമായ രീതിയിൽ ഈ ലെറ്റർ നല്ല വൃത്തിക്ക് നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്.